Good morning. Good afternoon. Oh, sorry, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. ഇന്നാരാ prayer? ഞാനാണ് പ്രയർ റിഷാന. Okay. പേരെന്താണ്? റിഷാന. ജിസ്ന. തുടങ്ങിക്കോട്ടോ. തുടങ്ങട്ടെ. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. Thank you. Okay. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടേക്കാണ് നിർത്തിയിരുന്ന ഓർമ്മയുണ്ടോ? Okay. Common disease in children at tetanus വരെ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് അതില് ടെറ്റനസ് ആണ് ലാസ്റ്റ് ടോപ്പിക് ഉണ്ടായിരുന്നത്. എല്ലാവരും മ്യൂട്ട് ആക്കിക്കോട്ടെ. അങ്ങനെ ചോദിക്കണേന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസിൽ ഒരു പോർഷനും കൂടി എടുക്കാനുണ്ട്. ആ ഡേർട്ടി ഹാൻഡ് ആൻഡ് ഫീറ്റ് എടുത്തിട്ടില്ല. എന്താണ്? ഫസ്റ്റിലെ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിൽ അതിലെ ഫുഡ് ഐറ്റംസ് അയർ അങ്ങനെയൊക്കെ ഇല്ലേ, അതിലാ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടില്ല മിസ്. ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞതാണ്. പറഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോ നല്ല രീതിയിൽ കൈയും കാലൊക്കെ കഴുകിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അകത്തോട്ട് കയറാനായിട്ട്. ഇപ്പൊ സ്കൂളുകളിലാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. നമ്മ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസില് വൂഫിംഗ് കഫ്, ഡിഫ്തീരിയ, ടെറ്റനസ്, ഈ 3 ഡിസീസിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലാലോ? മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ. നിങ്ങൾക്ക് ഇമേജ് കാണുന്നൊക്കെ ക്ലിയർ അല്ലേ? യെസ് മാം. ഓക്കെ. ഓക്കെ. അടുത്ത ഡിസീസ് ആണ് പോളിയോ കേട്ടോ. അടുത്ത ഡിസീസ് എന്താണ്? പോളിയോ ആണ്. നമ്മ മലയാളത്തിൽ പിള്ളവാതം എന്ന് പറയും. എന്താണ് മലയാളത്തിൽ പറയുന്നത്? പിള്ളവാതം എന്നാ പറയണത്. നോക്കി, ഈ കുട്ടികൾക്കൊക്കെ പോളിയോ വന്ന കുട്ടികളുടെ ഇമേജ് ആണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ. ഇമേജ് കാണിക്കാം. കണ്ട, പോളിയോ വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണം അവർക്ക് എന്താ പറയാ, ഡിസബിലിറ്റീസ് വരെയാണ്. ഇതൊക്കെ എന്താണ്? പോളിയോന്റെ ഇമേജസ് ആണ് കാണുന്നത്. നമ്മൾ പോളിയോ തുള്ളിമരുന്ന് കുഞ്ഞിലൊക്കെ കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ തുള്ളിമരുന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളതാണല്ലോ. നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഇമേജ് ട്ടോ. പേശിക്കൊക്കെ ഇത് കുറവ്, പേശി ബലഹീനതയൊക്കെയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് പോളിയോ വന്ന വ്യക്തികളാണ് കേട്ടോ. ഇമേജസ് ആണ് ഞാൻ കാണിക്കണേ കേട്ടോ. വാക്സിൻ അവൈലബിൾ ആണ്, പിന്നെ തുള്ളിമരുന്നായിട്ട് അവൈലബിൾ ആണ്. 2 ടൈപ്പ് വാക്സിൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്.
പോളിയോ ഓറൽ പോളിയോ വാക്സിനും പിന്നെ ഇനാക്റ്റീവ് പോളിയോ വാക്സിനും ഉണ്ടോ. ഇത് മെസ്സേജ് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ടൈപ്പ് ചെയ്ത് വന്ന പോലെ? ഇല്ല. ഇല്ലല്ലോ. ഓക്കെ ഓക്കെ നോക്കാട്ടാ. പോളിയോ എന്ന് പറയുന്നത് എന്താണ് മലയാളത്തില് എന്താ പറയുന്നേ? പിള്ളവാതം എന്നാണ് പറയണത്. ഇത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഏത് പോളിയോ എന്ന് പറയുന്ന അസുഖം 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കണ്ടിട്ടുള്ളത്. ഈ പിള്ളവാതത്തിന് പോളിയോന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് ഇന്ത്യയിലല്ല എവിടെ ആയാലും പോളിയോന് എന്തില്ല, ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. ഇനി പോളിയോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രം, അതിന്റെ ആ ഒരു വ്യാപ്തി കുറയ്ക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറയ്ക്കാനേ പറ്റുള്ളൂ. സപ്പോർട്ടീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ഇതിന് പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കാന്നാണ്. ഒന്നില്ലെങ്കിൽ പോളിയോ തുള്ളിമരുന്ന് അല്ലെങ്കിൽ പോളിയോയുടെ വാക്സിൻ എടുക്കാന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റാവുന്ന പോവഴേ ഉള്ളൂ. അപ്പൊ ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം വരെയാണെങ്കിൽ വൈകല്യം സംഭവിക്കാനായിട്ട് 100% ഉറപ്പാണ്. ഇപ്പൊ ഈ പോളിയോ എന്ന് പറയുന്ന അസുഖം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ശരീരഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ട് വൈകല്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ കൈ തളർന്നു പോകുക, കാൽ തളർന്നു പോകുക, അല്ലെങ്കിൽ പാരലൈസ്ഡ് ആകും. ആ കുട്ടി മൊത്തമായിട്ട് പാരലൈസ്ഡ് ആകും. പിന്നെ ആ കുട്ടിക്ക് റിക്കവർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട്. നമ്മ ഒരു കുട്ടി ജനിച്ച് ഉടനെ തന്നെ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ BCG എന്ന് പറയുന്ന വാക്സിൻ നമ്മുടെ തൊലിയുടെ ഇവിടെ ഇല്ലേ, ഷോൾഡറിന്റെ ഇവിടെ ആയിട്ടൊരു വാക്സിൻ എടുക്കുമല്ലോ. നമുക്കൊക്കെ ഒരു എന്തുണ്ട്, സിമ്പിൾ ഉണ്ട്. ആ വാക്സിൻ BCG എടുത്തതിന്റെ ഒരു റൗണ്ടിലത്തെ ഇത് ഷോൾഡറിന്റെ ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ വാക്സിൻ കൊടുക്കണ അന്ന് തന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പോളിയോന്റെ വാക്സിൻ കൊടുക്കേണ്ട. ആദ്യത്തെ 0 ഡോസ് എന്ന് കൊടുക്കുന്ന BCGയുടെ ഒപ്പം കൊടുക്കേണ്ടത്. അടുത്ത ഡോസ് എന്ന് വെച്ചാല് ഓറൽ പോളിയോ വാക്സിൻ ആണ് കൊടുക്കുന്നത്. ഓറൽ പോളിയോ വാക്സിൻ എന്ന് വെച്ചാല് നമുക്ക് കഴിക്കേണ്ടതാണ്, തുള്ളിമരുന്നാണ്, BCG ട്ടാ. ഓറൽ പോളിയോ വാക്സിൻ ആദ്യത്തെ 6ാമത്തെ ആഴ്ചയിൽ കൊടുക്കും. ഫസ്റ്റ് ഡോസ് 0 ഡോസ് ജനിച്ച ഉടനെ, രണ്ടാമത് കൊടുക്കണത് ഫസ്റ്റ് ഡോസ് എപ്പോഴാ കൊടുക്കണത്, 6 ആഴ്ചക്കുള്ളില്. പിന്നെ സെക്കൻഡ് ഡോസ് 10 വീക്ക്, പിന്നെ അത് 14th വീക്ക് ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അതേപോലെ തന്നെ നമ്മ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, എന്താണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, അത് കുത്തിവെപ്പാണ് കേട്ടോ. എന്താണ്, നമുക്ക് ഇൻജക്ഷന്റെ രൂപത്തില് ഇനാക്റ്റീവ് ആയിട്ടുള്ള പോളിയോ വാക്സിൻ എന്താണ് 10ാമത്തെ വീക്കിലും 14ാമത്തെ വീക്കിലും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് പോളിയോനെ കുറിച്ചാണ്. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, മെഡിസിനും അവൈലബിൾ അല്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ആ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തെടുക്കാം, വാക്സിൻ എടുക്കാന്ന് മാത്രമേ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാക്സിന്റെ ഇതാണ്, കുട്ടി ജനിച്ച ഉടനെ തന്നെ BCGക്ക് ഒപ്പം തന്നെ എന്ത് കൊടുക്കേണ്ടത്, 0 ഡോസ് വാക്സിൻ കൊടുക്കേണ്ടത്. 0 ഡോസ് വാക്സിൻ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഡോസ് 6ാമത്തെ ആഴ്ചയിലും സെക്കൻഡ് ഡോസ് 10ാമത്തെ ആഴ്ചയിലും പിന്നെ അടുത്ത ഡോസ് 14ാമത്തെ ആഴ്ചയിലും ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസ് 2 വയസ്സാവുമ്പോ കൊടുക്കുന്നുണ്ട്. മീനുട്ടി, ആ കുട്ടി ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കേടാ, എനിക്ക് പേര് അറിഞ്ഞത് അതുകൊണ്ടാണ്. 1.5 മാസത്തില് 2.5 മാസത്തിലും 3.5 മാസത്തിലും കൊടുക്കുന്ന ഡോസുകളാണോ ഈ അതന്നെ അങ്ങനെ പറയണത്. ഞാൻ വീക്ക് വഴി പറഞ്ഞോളൂ, വീക്ക് അനുസരിച്ച് പറഞ്ഞോളൂ കേട്ടോ, വേറെ ഇതൊന്നുമില്ല. അത് കഴിഞ്ഞ് 2.5 വയസ്സിൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് 5 വയസ്സ് ആവണ വരെയും കുഞ്ഞി കുട്ടികളിൽ നമുക്ക് പോളിയോ തുള്ളിമരുന്നിന്റെ ദിവസം എന്ന് പറഞ്ഞിട്ട് പോളിയോ കൊടുക്കാറുണ്ട്, തുള്ളിമരുന്ന് കൊടുക്കാറില്ലേ അംഗനവാടിയിലൊക്കെ. പോളിയോ ദിനാചരണം എന്ന് പറഞ്ഞിട്ട് ആ ദിവസം
എല്ലാ കുട്ടികളും ആ വാർഡിലുള്ള എല്ലാ കുട്ടികൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? പോളിയോ വാക്സിൻ, ഓറൽ വാക്സിൻ, തുള്ളി മരുന്ന് കൊടുക്കുന്നുണ്ട്. BCG ആണ്. ഓക്കെ, അപ്പൊ പോളിയോനെ കുറിച്ചാണ് ഇത്രയും പറഞ്ഞത്. ഡൗട്ട് ഒന്നും ഇല്ലാലോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നോക്കാം കേട്ടോ. ഇതില് പോർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ വൈറസ്. പോളിയോ വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത്. ദ ഫീവർ ഇസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ ദ വീക്ക്നെസ് ഓഫ് ലിംസ്. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പനിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ലിംസ്, നമ്മുടെ പേശികളിൽ ബലക്കുറവാണ് പിന്നെ കാണുന്നത്. സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ റിസൾട്ട്. നമ്മുടെ ബോഡി മൊത്തമായിട്ട് പാരലൈസ് ആവാനുള്ള അവസ്ഥയിലേക്ക് പോകും. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി മാത്രമേ ഉള്ളൂ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടോ. ഫിസിയോതെറാപ്പി മനസ്സിലായില്ലേ? ഓക്കെ, ഫിസിയോതെറാപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോഡി നമുക്ക് പാരലൈസ്ഡ് ആയിട്ടുള്ള ബോഡി നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്തൊന്ന് ഇത് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ദേ മേ ബി പെർമനന്റ്. ചില സമയത്ത് നമുക്ക് ഈ വരുന്ന ഡിഫക്ട്സ് പെർമനന്റ് ആയിട്ട് നമുക്ക് ജീവിതകാലം മുഴുവനും ഈ എന്താണ് പെർമനന്റ് ആയിട്ട് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഈ വാക്സിൻ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്ത് പറയുന്നത്? പോളിയോന്റെ വാക്സിൻ അല്ലേ? നമ്മ BCG എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ 0 ഡോസ് കൊടുക്കൂന്നാ പറഞ്ഞത്. അതിൽ ക്ലിയർ ഒന്നുമില്ലല്ലോ? നെക്സ്റ്റ് അസുഖമാണ് എന്താണ്? ഡൈസെൻട്രി ആണ്. ഡിസെൻട്രി എന്ന് പറയും. എന്താണ് ഡിസെൻട്രി? ലൂസ് മോഷൻ ആണ് മലയാളത്തില് അല്ലെ പറയണത്. ഡിസെൻട്രി എന്ന് പറയുന്ന അവസ്ഥ എന്ന് വെച്ചാല് നമ്മുടെ മോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴെപ്പോഴും പോണ ഒരവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസെൻട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിസെൻട്രിയുടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയണത് റൈസ് വാട്ടർ ടു എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം പോലെ ഇരിക്കും നമ്മുടെ മോഷൻ എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ലൂസ് മോഷൻ അത്ര വലിയ പ്രശ്നമുള്ള അസുഖമാണോ, എന്തിനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? പക്ഷെ അല്ല. കുട്ടികളിൽ ഡിസെൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അവർക്ക് എന്തുകൊണ്ടാണ് ആ അസുഖം വന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ ബോഡിയിൽ നിന്ന് എന്താ പറയാ ഡീഹൈഡ്രേഷൻ വഴി ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുട്ടികളിലാണ് അത് വന്നെങ്കിൽ കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ്. അവർക്ക് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ വയറുവേദന, അങ്ങനെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഡിസെൻട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിസെൻട്രി വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ORSന്റെ വെള്ളം എന്തോരം കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കാനായിട്ട് നമ്മൾ നോക്കാം. അതേപോലെ റൈസ് വാട്ടർ, കഞ്ഞിവെള്ളം കൊടുക്കാം. അതേപോലെ കരിക്കും വെള്ളം കൊടുക്കുക. കരിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നിറച്ച് അത് കൂടുതൽ പൊട്ടാസ്യം ഉള്ളത്. അപ്പൊ കുഴപ്പമില്ല, നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്നാ പറയണത്. എന്തൊക്കെയാണ്? ORSന്റെ വെള്ളം എത്ര വേണോ കുടിക്കാം അത്രയും കുടിക്കാൻ നോക്കുക. അതേപോലെ തന്നെ റൈസ് വാട്ടർ, കരിക്കും വെള്ളം ഒക്കെ കൊടുക്കാം ഡൈസെൻട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഡൈസെൻട്രി എപ്പോഴാണ് കോംപ്ലിക്കേറ്റഡ് ആവുന്നത്? സാധാരണ ഡൈസെൻട്രി വന്നാല് സാധാരണ 2-3 പ്രാവശ്യം മോശം പോയി വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത 3 അതിൽ കൂടുതൽ ടൈംസ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ ഡൈസെൻട്രി ആണെന്ന് ഉറപ്പിക്കാം. നമുക്ക് ഫീവർ വരാം. നമുക്ക് ഫീവർ വരെയാണ് 103 മേലെ നമ്മുടെ ഫീവർ കൂടാണെങ്കിലും ഡൈസെൻട്രി എന്ന് പറയാം. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ മോഷനിൽ അല്ലെങ്കിൽ എക്സ്ക്രീറ്റിലെ ബ്ലഡിന്റെ അംശം കാണുകയാണെങ്കിൽ അത് ഡൈസെൻട്രി ആണ് കൺഫേം ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കാനൊന്നും പറ്റണല്ലോ, അതൊക്കെ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു അവസ്ഥയും ഡിസെൻട്രിയുടെ ലക്ഷണമാണ്. അതേപോലെ തന്നെ നമ്മ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ യൂറിൻ വന്നില്ല, അങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. അത് ഡൈസെൻട്രിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷണമാണ്. ഡീഹൈഡ്രേഷൻ ആണ്. എത്രയും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ഡോക്ടറിൽ നിന്ന് അഡ്വൈസ് വാങ്ങിക്കുക. അപ്പൊ തന്നെ ചിലപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? ഡീഹൈഡ്രേഷൻ ആണെന്ന് നമ്മൾ ഈ സിംറ്റംസ് ഒക്കെ പറയാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഡോക്ടർ മനസ്സിലാവുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ട്രിപ്പ് ഇടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ബോഡിയിൽ നിന്ന് വെള്ളം ലോസ് ആവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടാനും അങ്ങനെയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള അവസ്ഥ ഉണ്ട്. ഓക്കെ, അതാണ് ഡിസെൻട്രിയുടെ ലക്ഷണം. ഈ ഡിസെൻട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഡിസെൻട്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഡീഹൈഡ്രേഷൻ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാക്ക് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തലകറക്കം വരും. അങ്ങനത്തെയൊക്കെ നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ചെയ്യാൻ നമുക്ക് ഡിസെൻട്രി ആണ്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡോക്ടറിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോകാം. ഓക്കെ, ഡിസെൻട്രിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റനിലേക്ക് വരാം. ഇതിന് വാക്സിൻ എന്തെങ്കിലും ഉണ്ടോ? ഡിസെൻട്രിയിൽ വാക്സിൻ ഇല്ല, ORS അല്ലേ, ലൂസ് മോഷൻ ആണ്. നമുക്ക് വാക്സിൻ ഒന്നും അവൈലബിൾ, അത് ഒരു എന്താ പറയാ ഭയങ്കര വലിയ അസുഖമല്ല, അതൊരു നമ്മുടെ ബോഡിയുടെ അവസ്ഥയാണ്. സോ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കും നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിട്ട്, അല്ലാണ്ട് പെയിൻ റിലീഫിനൊക്കെ ഉള്ള ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്, അല്ലാണ്ട് വേറെ ഇല്ല. നമ്മളിപ്പോ ട്രിപ്പ് ഇടും അങ്ങനെ കേട്ടോ. ഡിഫ്തീരിയ അല്ല ഡിസെൻട്രി എന്ന് പറയുന്നത് കേട്ടോ, നോക്കാം കേട്ടോ. This is a disease in which loose and abnormal motions are passed. Pain in the stomach usually attained by the loose motion. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈംസ് എന്ത് നമ്മുടെ മോഷൻ അബ്നോർമൽ ആയിട്ട് മോഷൻ പോകേണ്ട അവസ്ഥയിലാണ് നമ്മൾ എന്ത് പറയണത്, ഡിസെൻട്രി എന്ന് പറയുന്നത്. കൂടാണ്ട് നമുക്ക് സ്റ്റൊമക്ക് നല്ല വേദനയായിരിക്കും, നല്ല പെയിൻ ആയിരിക്കും. ദ മോഷൻ കണ്ടെയ്ൻസ് പാസ് ആൻഡ് ബ്ലഡ്. അതില് നമുക്ക് ഭയങ്കരമായിട്ട് ബ്ലഡും അതിന്റെ ഒക്കെ ഉണ്ടാവും, ബ്ലഡ് ഉണ്ടാവും എന്ന് പറയും. മോഷനിൽ ബ്ലഡും കൂടി ഉണ്ടാവും. The patient become very weak due to the loss of water from the body. പെട്ടെന്ന് തന്നെ ആള് വഷളാവും. മീനിങ് എന്താണ്? എന്താണ് പസ്സിന്റെ മീനിങ്? പസ് ആൻഡ് ബ്ലഡ്. അത് നമ്മുടെ മോഷൻ ഉണ്ടല്ലോ, ആ സംഭവം. കുഞ്ഞു പിള്ളേർ ഇതൊക്കെ ആണെങ്കിൽ നോക്കാം നമുക്ക്. പസ് ആൻഡ് ബ്ലഡ്, പസ്. ഓക്കെ ഓക്കെ, അതിന്റെ നമ്മുടെ മോഷനൊപ്പം തന്നെ ഇത് ബ്ലഡും അതിന്റെ ആ ഒരു അവസ്ഥയിലുള്ള ഒരു മോഷൻ അതാണ്. അപ്പൊ അതും എന്തായിരിക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ. അതേപോലെ തന്നെ നമ്മളുടെ ബോഡി പെട്ടെന്ന് വീക്ക് ആവും. നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം എന്ത് ചെയ്തോണ്ടിരിക്കും, ലോസ് ആവുകയാണ്. അപ്പൊ നമ്മുടെ ബോഡി എന്താണ്, കറുപ്പ് അതന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എന്താണ് വെള്ളം ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ അസുഖമുള്ള ആളാണെങ്കിൽ പേഷ്യന്റിനെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ഡോക്ടറുടെ അടുത്ത് ട്രീറ്റ്മെന്റ് കൊണ്ടുപോവാം. ഓക്കെ, പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് കളറിൽ കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. അവര് ആദ്യം വരുന്നത് കുട്ടികൾക്ക് വന്ന ആ മോഷൻ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലായിരിക്കും, ആ ഒരു പ്രത്യേകതരം കളറിലായിരിക്കും വന്നത്. ആ ഒരു അവസ്ഥ വീണ്ടും പിന്നെ വരണതിനെയാണ് നമ്മൾ എന്ത് പറയണേ, പൾസ് ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം തന്നെ ബ്ലഡ് ഉണ്ടാവും. ഈ കുഞ്ഞുമക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയിരിക്കും കേട്ടോ. മോഷനിൽ കൂടെ കഫം പോവാം. അതേപോലത്തെ കഫം, പൾപ്പ്, അതന്നെ ഏകദേശം അതേപോലെയൊക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. എന്താ പറഞ്ഞത്, നമ്മൾ ഡിസെൻട്രി ആണ് പറഞ്ഞത്. ലൂസ് ആൻഡ് അബ്നോർമൽ മോഷൻ ആണ്. ഇത് നമുക്ക് വയറുവേദന ഉണ്ടാവും, പനി വരും, ചില സമയത്ത് വോമിറ്റിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഡിസെൻട്രിയുടെ ലക്ഷണങ്ങൾ. ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധാരണയാണ് 2-3 പ്രാവശ്യം പോവാണെങ്കിൽ നമുക്ക് ORSന്റെ വെള്ളമൊക്കെ അല്ലെങ്കിൽ കരിക്കൻ വെള്ളമൊക്കെ കുടിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്താൽ മതിയാവും. അല്ല അതിൽ കൂടുതൽ നമ്മുടെ ടൈംസ് നമുക്ക് ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ, നമ്മുടെ നാവൊക്കെ കുഴഞ്ഞു പോകണം, ബാലൻസ് അങ്ങനത്തെ ഒക്കെ തോന്നുകയാണെങ്കിൽ നേരെ ഡോക്ടറുടെ അടുത്ത് പോവാം. ഡോക്ടർ നമുക്ക് ട്രിപ്പ് ഇടാനായിട്ട് അഡ്വൈസ് തരും. ഓക്കെ, ഇനി അടുത്ത അസുഖമാണ് ജോണ്ടിസ്. എന്താണ് ജോണ്ടിസ്? ഇമേജ് മഞ്ഞപ്പിത്തം. ഈ കാണുന്ന ഇമേജ് ഉണ്ട്, കണ്ണിലൊരു മഞ്ഞ രാശി, ബാക്കിയൊക്കെ കൂടുതലാണ് കേട്ടോ. ഇതാണ് മഞ്ഞപ്പിത്തത്തിന്റെ കുറച്ച് ഇമേജുകളാണ്. നമുക്ക് മഞ്ഞപ്പിത്തം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കണ്ണില് എന്താണ്, കണ്ണിന്റെ കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറായിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഈ ജോണ്ടൈസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ഉണ്ടാവും, നമുക്ക് നല്ല പനി ഉണ്ടാവും.
അത് കൂടാണ്ട് നല്ല വൊമിറ്റിംഗ് ആയിരിക്കും. ഈ മഞ്ഞപ്പിത്തം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെയാണ് ഈ അസുഖം വരുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ കുടിച്ച ഗ്ലാസോ അല്ലെങ്കിൽ അയാളെ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തില്ല, അങ്ങനെ അവരുടെ എക്സ്ക്രീറ്റ അതേപോലെ അവർ കുടിച്ച ഗ്ലാസ് നമ്മൾ കഴിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കഴിച്ച പ്ലേറ്റിൽ കൂടെ ഭക്ഷണം കഴിക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് ഈ അസുഖം പകരുന്നത്, സ്പ്രെഡ് ചെയ്യണത്. പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താണ് മഞ്ഞപ്പിത്തം പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് എങ്ങനെയാണ് കൂടുതലാണ് കേട്ടോ. മിസ്സേ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയോ? ഓക്കേടാ. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞപ്പിത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ നല്ല വൃത്തിയില്ലാത്ത വെള്ളത്തിൽ കൂടെയൊക്കെയാണ് ഈ അസുഖം പകരുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ എക്സ്ക്രീറ്റ് പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മഞ്ഞപ്പിത്തം ഉള്ള ഒരു വ്യക്തിയുടെ എക്സ്ക്രീറ്റ് അല്ലെങ്കിൽ അയാൾ കഴിച്ച ഗ്ലാസ് അല്ലെങ്കിൽ അയാൾ കഴിച്ച പ്ലേറ്റ് വഴി ആ അസുഖം പെട്ടെന്ന് പകരും, മറ്റുള്ളവർക്ക് പകരും. ഇപ്പൊ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ആ മഞ്ഞപ്പിത്തം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് പെട്ടെന്ന് അഫക്ട് ചെയ്യണത് എന്തിനാണ്? നമ്മുടെ ലിവറിനെയാണ് മഞ്ഞപ്പിത്തം പെട്ടെന്ന് അഫക്ട് ചെയ്യണത്. ലിവറിന്റെ ഫംഗ്ഷനുകൾ സ്റ്റോപ്പ് ആക്കും. ലിവർ എന്ന് വെച്ചിട്ട് എന്താണ്? നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആക്കി ന്യൂട്രീഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആരാണ്? ലിവറാണ്. അപ്പൊ ലിവറിന്റെ ഫംഗ്ഷനെയാണ് ആയും തന്നെ എന്ത് ചെയ്യണത്? ബാധിക്കുന്നത്. പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്? മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കാണ് സ്പ്രെഡ് ചെയ്യണത്. മഞ്ഞപ്പിത്തം കൂടുതലാണെങ്കിൽ അവരുടെ കണ്ണ് എങ്ങനെയായിരിക്കും? മഞ്ഞ കളറായിരിക്കും, യൂറിനിൽ നല്ല മഞ്ഞ കളറായിരിക്കും. അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഡോക്ടറെ കാണാൻ ട്രീറ്റ്മെന്റ് എടുക്കാം കേട്ടോ. ജോർഡൈസിസ്. ഇതിന് നമുക്ക് പ്രതിവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. തിളപ്പിച്ച വെള്ളമല്ല, തിളപ്പിച്ചാറ്റിയത്. സാധാരണ തള വരുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മ ഓഫ് ചെയ്യും. അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റില്ല. തള വന്ന് 3 മിനിറ്റ് എങ്കിലും തിളയ്ക്കണം. എന്നിട്ട് വേണം ആ വെള്ളം ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ട് അത് ആറ്റിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കുടിക്കാനായിട്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ബ്ലഡ് എക്സ്ക്രീറ്റ് ഒക്കെ വഴിയാണ് എന്ത്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം പകരുന്നത്. നോക്കാട്ടെ നമുക്ക്. It is caused by various germs in the blood and excreta of the patient. ബ്ലഡ് വഴി അതേപോലെ തന്നെ പേഷ്യന്റിന്റെ എക്സ്ക്രീറ്റ മലമൂത്ര വിസർജനം വഴിയൊക്കെയാണ് ഈ അസുഖം സ്പ്രെഡ് ആവണത്. ദ ജേംസ് അഫക്ട് ദ ലിവർ. നമ്മുടെ ഒരാൾക്ക് ഈ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലിവറിനെയാണ് അത് ആദ്യം എന്ത് ചെയ്യുന്നത്? അഫക്ട് ചെയ്യുന്നത്. ഇഫ് ദ മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഗിവൻ, നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ദ ഐ ബിക്കം യെല്ലോ ഇൻ കളർ. അപ്പൊ എന്താണ്? നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇമേജ്, അതേപോലെ ആവും. എന്ന് വെച്ചാൽ മഞ്ഞ കളറിലായിരിക്കും പിന്നെ കണ്ണ് വന്നത്. മഞ്ഞ രാശി ഉണ്ടാവും ആ കണ്ണിൽ കേട്ടോ. The germs affect the liver പറഞ്ഞു. Yellow in color. At this stage, the activities of internal organs, especially the liver, become malfunctioning, and finally the patient may even die. ആദ്യം തന്നെ മഞ്ഞപ്പിത്തം വന്ന ആൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ്? ലിവർ ഫംഗ്ഷനിങ് സ്റ്റോപ്പ് ആവും. ലിവറിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള എന്ത് പോണത്? നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ ഫുഡ് വഴി എടുത്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യും. എന്താണ് എന്നോടാണോ? ഓക്കെ, നോക്കാട്ടെ. നമ്മൾ പറഞ്ഞെന്തൊക്കെയാണ്? മെഡിക്കൽ എയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് മഞ്ഞ കളർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ വളരെ മോശമായിട്ട് ബാധിച്ചു എന്നുള്ളതിനുള്ള ഒരു സിംറ്റം ആണ് നമ്മുടെ കണ്ണിൽ മഞ്ഞരാശി വരാന്നുള്ളത്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഏതിലാണ് അഫക്ട് ചെയ്യണത്? ലിവറിനെയാണ് ഇത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യണത്. അങ്ങനെ അഫക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് ഒന്നും ഫങ്ഷൻ ചെയ്യാത്തൊരു അവസ്ഥ വരെയാണെങ്കിൽ ആ പേഷ്യന്റ് മരണത്തിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ സ്റ്റാർട്ടിങ് ഇറ്റ്സെൽഫ്. സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ അത് മഞ്ഞപ്പിത്തം കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് എടുക്കണായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വന്ന് അത് വേഴ്സ് ആവുമ്പോ
അത് അവരെ മരണത്തിലേക്ക് വരെ വിടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അത് വേറെ കോഴ്സ് ചെയ്തോണ്ടിരുന്ന അവിടെ വേറെ BA ഇംഗ്ലീഷ് ആയിരുന്നു അത് ചെയ്തിരുന്നത്. അവിടെ കുറച്ച് ദിവസം കണ്ടില്ല. അത് ആദ്യം ചോദിച്ചപ്പോ പറഞ്ഞു, ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ പറഞ്ഞു പനിയാന്നാ പറഞ്ഞു കേട്ടേന്ന് പറഞ്ഞു. ഓക്കെ, പനിയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് കാണുമല്ലാന്ന് വിചാരിച്ചു. പക്ഷെ പനി കഴിഞ്ഞ് ചോദിച്ചപ്പോ മഞ്ഞപ്പിത്താന്ന് പറഞ്ഞു. ഓക്കെ, മഞ്ഞപ്പിത്തല്ലേ സാധാരണ ഞങ്ങളുടെ ഇവിടെ ചാലാക്ക എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഇന്ന് ട്രീറ്റ്മെന്റ് എടുക്കണേന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഓക്കെ മഞ്ഞപ്പിത്തമാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞത് പിറ്റേ ദിവസം പറയാണ് അത് നിമോണിയാണ്, മഞ്ഞപ്പിത്തം കൂടിയിട്ട് ആ കുട്ടിക്ക് നിമോണിയ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ഇതാക്കണം, അതുകൊണ്ട് കുറച്ച് പൈസ കളക്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങളോട് എല്ലാവരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ കളക്ട് ചെയ്യാലാന്ന് പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കോളേജിൽ നിന്ന് അനൗൺസ്മെന്റ് വന്നു, ഇന്ന ബാച്ചിലെ ഇന്ന കുട്ടി ഇങ്ങനൊരു അസുഖം വന്ന് മരണപ്പെട്ടു എന്നാ പറഞ്ഞത്. കാരണം നമ്മൾ നിസ്സാരെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട അസുഖമല്ല മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം ആദ്യത്തെ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുക. ഇവളുടെ പനി എന്ന് പറഞ്ഞിട്ട് സാധാരണ പാരസ്റ്റമോളും കഴിച്ച് വീട്ടിലാണ് ഇരുന്നത്, ട്രീറ്റ്മെന്റ് എടുത്തില്ല. പിന്നെ അത് വേഴ്സ് ആയിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലും എടുത്തില്ല, നേരെ ചാലാക്കിലേക്കാ പോയത്. പിന്നെ അപ്പോഴത്തേക്കും ആളുടെ കണ്ടീഷൻ ഭയങ്കരമായിട്ട് വേഴ്സ് ആയിട്ടാ. അങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഈ മഞ്ഞപ്പിത്തം കൂടി പുള്ളിക്കാരത്തേക്ക് നിമോണിയ ആയിട്ട് മാറി. ഇല്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒപ്പം ഉണ്ടാവേണ്ട ആളാണ്. പക്ഷെ ആ ട്രീറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് എടുക്കാത്തതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞത് പോളിയോ, ഫസ്റ്റ് പറഞ്ഞത് പോളിയോനെ കുറിച്ചാണ്. ആർക്കെങ്കിലും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒക്കെ കാലത്ത് പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ആർക്കെങ്കിലും തന്നെ പറഞ്ഞു കേട്ട അറിവോ ഇനി എന്തെങ്കിലും പോളിയോനെ കുറിച്ച് പറയാനുണ്ടെങ്കിലോ ഇപ്പൊ പറയാട്ടോ. അങ്ങനെ മെസ്സേജ് അയക്കാം, ഞാൻ അവരുടെ പേര് വിളിക്കാം. ഓക്കെ, പോളിയെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പറയോ? ഓക്കെ, പോളിയോ ഇവരാരെങ്കിലും പറയട്ടെ, എന്നിട്ട് ഞാൻ പറയാട്ടോ. ഓക്കെ, ആർക്കെങ്കിലും പോളിയോനെ കുറിച്ച് പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വിളിക്കൂട്ടെ പേര്? ഒരു ഡൗട്ട് ചോദിക്കട്ടെ മാഡം? ആ, നമ്മൾ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പോളിയോ മസ്റ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ എടുക്കാത്ത കുട്ടികൾക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും എന്ന് പറയുന്നത് സത്യമാണോ? അതിപ്പോ ചില വീട്ടുകാരൊക്കെ പോളിയോ കൊടുത്തു കഴിഞ്ഞാലാണ് പ്രോബ്ലംസ് ഉണ്ടാവുന്നത് അങ്ങനെ പറയുന്ന ചില പേരൻസ് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പോളിയോ വാക്സിന് ഇതുവരെ സൈഡ് എഫക്ട് ഉണ്ടെന്നുള്ള കാര്യം തെളിയിച്ചിട്ടില്ല. പോളിയോ വാക്സിൻ ഉള്ളത് കൊണ്ട് ആൾക്ക് ഡിഫക്റ്റ് വന്നില്ല. പോളിയോ വാക്സിൻ എടുത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഡിഫക്റ്റ് വന്നേന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പോളിയോ വാക്സിൻ കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പനി ഉണ്ടോ, അല്ലെങ്കിൽ പനിയുള്ള സമയത്ത് പോളിയോ വാക്സിൻ കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ സിറ്റുവേഷനിൽ കൊടുക്കാൻ പാടില്ല എന്നുണ്ടാവും. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ പോളിയോ വാക്സിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല. ചിലപ്പോ 99% 1% ഒരിക്കലും ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇങ്ങനെ അസുഖം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പോളിയോ വന്നിരിക്കുന്നത് ആ 1% ഒരു കുട്ടിക്കായിരിക്കും. പക്ഷെ നമുക്കത് ഫുൾ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോ ആ കുട്ടിക്ക് പനി ഉണ്ടാവും ആ കൊടുത്ത സമയത്ത്. ഓക്കെ, വിനീത അല്ലേ? വിനീത പറഞ്ഞോട്ടെ പോളിയോനെ കുറിച്ച്. പോളിയോ വരുന്നത് ഏത് വൈറസ് കൊണ്ടാണ് പോളിയോ വരുന്നത്? പോളിയോ അതിന്റെ പേര് തന്നെ അതിന്. മാം പറയട്ടെ. വിനീത പോളിയോനെ കുറിച്ച് പറഞ്ഞോട്ടോ. ആക്ച്വലി ഇപ്പം എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ മാം? 5 years വരെ പോളിയോ കൊടുക്കണമെന്ന് നമ്മുടെ ഇന്ത്യയിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ എന്റെ മോർണിംഗ് കൊണ്ട് 6 months ഉള്ളപ്പോ തൊട്ട് ഞാൻ ഇവിടെ UAE സ്റ്റേ ചെയ്യാണ്. 7 years ആയിട്ട് ഞാനിപ്പോ ഇവിടെയാണ്. അപ്പൊ ഇവിടെയുള്ള ഡോക്ടേഴ്സ് മെയിൻലി പറയുന്നത് ഫസ്റ്റ് 3 ഡോസ് നമ്മൾ മുടങ്ങാതെ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോസ് ഓഫ് പോളിയോ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടായിരിക്കും കാണുക എന്നാണ് പറയണത്. ഈ 5 ഡോസ് നമ്മുടെ ഇന്ത്യയിലെ നിർബന്ധമാണ്. പക്ഷെ ഫസ്റ്റ് 3 ഡോസ് കമ്പൽസറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ഒരു സിവിയറിറ്റി വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത്രത്തോളം വളരെ മൈന്യൂട്ട് ചാൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാനൊരു ഇത് പറയാം. അവിടങ്ങളിൽ കുറവാണ്, UAE കുറവാണ് പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇപ്പോഴും പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
2019 അടുപ്പിച്ച് പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് പോളിയോ വാക്സിൻ 5 ഡോസ് കമ്പൽസറി ആയിട്ട് കൊടുക്കണമെന്ന് പറയണത്. നമുക്ക് ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യണത്, നമ്മളോട് കമ്പൽസറി ആയിട്ട് കൊടുക്കണത് പറയണത്. ഓക്കെ, അടുത്തത് പോളിയോനെ കുറിച്ച്. ഹലോ മാം, ആരാണ്? അഞ്ജനയാണോ? അഞ്ജന. അതെ മാം. ഇപ്പോ എന്റെ മോനും ഇതുപോലെ മാർച്ച് 3-ാം തീയതി കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ മാർച്ച് 3-ന് പൾസ് കേൾക്കുന്നുണ്ടല്ലേ മാം? പൾസ് പോളിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അംഗൻവാടികളിലെല്ലാം എല്ലാ കുട്ടികൾക്കും എടുക്കണം, 5 വയസ്സിനുള്ള താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതും സെയിം തന്നെയാണോ? സെയിം ആണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓറലായിട്ട് കൊടുക്കുന്നത് ഓറൽ പോളിയോ വാക്സിൻ ആണ്. അത് കൂടാണ്ട് ജനിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഷെഡ്യൂളിൽ 2 വയസ്സ് വരെ അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സമയം ഗ്യാപ്പ് വിട്ട് കൊടുക്കുന്നതും സെയിം ആണ്. ഓറൽ പോളിയോ വാക്സിൻ ആണ്, തുള്ളിമരുന്നാണ്. പിന്നെ ഇഞ്ചക്ഷന്റെ രൂപത്തിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പോളിയോനെ കുറിച്ച്. ഹലോ, പറഞ്ഞോ. പറയാലേ? ഞാൻ പറയണോ? അതിനോട് ആരാന്ന് വെച്ചാലും പറഞ്ഞോ. പോളിയോ. ഞാൻ റിഷാന. പോളിയോ പറഞ്ഞാല് പിള്ളവാതാണ്. അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക. പിന്നെ അതിന് 2 തരത്തിലുള്ള കുത്തിവെപ്പായിട്ടുണ്ട്, പിന്നെ ഓറൽ പോളിയോ വായിൽ കൊടുക്കുന്ന തരത്തിലുള്ള അങ്ങനത്തെ വാക്സിനും ഒക്കെ ഉണ്ട്. BCGയുടെ കൂടെ തന്നെ കൊടുക്കും, ചെറുതായിട്ട് 0 ഡോസിൽ കൊടുത്തു തുടങ്ങും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. അസുഖം വന്നു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യാന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ഒന്നും പോളിയോക്ക് ഇതുവരെ ഇല്ല. പിന്നെ പോളിയോ ബാധിച്ചത് മൂലം ഉണ്ടാവുന്ന അസുഖം അത് പെർമനന്റ് ആയിരിക്കും. അത് മാറാനൊന്നും പോകില്ല. അങ്ങനെ കാലിനോ അംഗവൈകല്യം അങ്ങനെയൊക്കെ ഉണ്ടാവുക, പെർമനന്റ് ആയിരിക്കും. ഇതൊക്കെയാണ് പോളിയോനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇത് പോളിയോ എന്ന് പറയുന്ന വൈറസ് ആണ്. പോളിയോ എന്നുള്ള അസുഖം ഉണ്ടാക്കുന്നത് പോളിയോ എന്ന് പറയുന്ന വൈറസ് ആണ്. ട്രീറ്റ്മെന്റ് എന്റെ മാമാന്റെ മോനക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. കാലിന് ഇങ്ങനെ ഇതായിട്ടുണ്ട്. ആള് കുഞ്ഞിലെ ജനിച്ച സമയത്ത് തൊട്ടില്ലായിരുന്നു, പോളിയോ എടുത്തതിന് ശേഷമാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഫാത്തിമ ഒന്നുകൂടി ഉറക്കെ പറയോടാ. എന്റെ മാമാന്റെ മോനിക്കേ കാലിന് ഇതുപോലെ പോളിയോ എടുത്തതിന് ശേഷം ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല, പോളിയോ എടുത്തതിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചത്. വാക്സിൻ എടുത്ത സമയത്ത് ആ കുട്ടിക്ക് പനി അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതിനെ കുറിച്ച് അറിയില്ല. മാഡം, നമ്മൾ പോളിയോ എടുക്കുമ്പോ ഹൈ ടെമ്പറേച്ചർ നോക്കുമ്പോ എടുക്കാൻ പാടില്ല എന്ന് പറയില്ല, എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ കൊച്ചിന് പനി ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോളിയോ വാക്സിൻ കൊടുക്കുന്ന സമയത്ത്. ഞാൻ ടീച്ചറിനോട് ചോദിച്ചു കൊച്ചിന് പനിയാണ്, വാക്സിൻ എടുക്കണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, പനി ഉള്ളതുകൊണ്ട് വാക്സിൻ എടുക്കണ്ട, കുട്ടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഷെഡ്യൂളിൽ വന്നിട്ടുണ്ടല്ലോ പോളിയോ, അപ്പം മതി എന്ന് പറഞ്ഞു. ഞാൻ എടുത്തില്ല കേട്ടോ. അതിന്റെ ഞങ്ങൾ അവിടെയൊക്കെ കുട്ടികൾക്ക് പനി വരുമ്പോ ഡോക്ടേഴ്സ് നിർബന്ധമായും ചോദിക്കുന്നത് പോളിയോ എടുത്തിരുന്നോന്നാണ്. എന്തെങ്കിലും അസുഖമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ചോദിക്കും ഡോക്ടർ പോളിയോ എടുത്തിരുന്നോ, എല്ലാ പോളിയോ കൊടുത്തിരുന്നോ. ഇപ്പൊ സ്കൂളുകളിലും ഇപ്പൊ സ്കൂളുകളിലും തന്നെ പോളിയോ കാർഡ് നിർബന്ധമാണ്. മിസ്റ്റർ, ഒരു ഡൗട്ട് കൂടെ ഉണ്ട്. BCG എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പനിക്കണം, പനിച്ചില്ലെങ്കിൽ അത് എഫക്റ്റ് ആയില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ഏത് വാക്സിൻ ആണെങ്കിലും മിക്ക വാക്സിനും പനിയുണ്ട്, ചില വാക്സിനൊക്കെ പനിയുണ്ട്. കാരണം നമ്മുടെ ബോഡിയിലേക്ക് പുറത്തുനിന്നുള്ള ഒരു സംഭവം എന്തെങ്കിലും ഇൻജെക്ട് ചെയ്യണം, അപ്പൊ നമ്മുടെ ബോഡിയിൽ തനിയെ അതിനുള്ള ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണം, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പ്രതിരോധിക്കുന്നതാണ് ഈ പനിയായിട്ട് നമുക്ക് തോന്നുന്നത്. കുട്ടിക്ക് പനിക്കണെന്ന് വെച്ചാൽ അത് എഫക്റ്റീവ് ആണ്. പനിച്ചില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് എഫക്റ്റീവ് അല്ല എന്നല്ല, ചില കുട്ടികൾ അത് പനിക്കും, അവരത് എന്താ പറയാ പ്രതിരോധിക്കണേന്ന്. അവരുടെ ബോഡി തനിയെ തന്നെ അതിനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഡെവലപ്പ് ചെയ്യണം. പനിച്ചു കഴിഞ്ഞാൽ വല്ല പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. പാരസിറ്റമോൾ കൊടുക്കുക, അല്ലെങ്കിൽ നനച്ച് തുണി കൊടുത്ത് നമ്മുടെ ടെമ്പറേച്ചർ കുറയ്ക്കുക, വേറെ ഒന്നുമില്ല. വാക്സിൻ അത് എഫക്റ്റീവ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, പോളിയോനെ കുറിച്ച് ഡൗട്ട് ഒക്കെ തീർന്നില്ല?
ആരും ചോദിച്ചില്ല പോളിയോനെ കുറിച്ച് ഒന്നും കൂടി പറയാൻ പറ്റുമോന്ന്? ഞാനാ ചോദിച്ചത് ഫാത്തിമ. ഡൗട്ട് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ. അടുത്ത അസുഖമാണ് എന്താണ്? ഡിസെൻറ്ററി. ഡിസെൻട്രി. അപ്പൊ ഡിസെൻട്രിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ. ഡിസെൻട്രി എന്ന് പറഞ്ഞ ഡിസീസസ് ഒരു ലൂസ് മോഷൻ ആൻഡ് അബ്നോർമൽ മോഷൻസ് ആണ്. ഡിസെൻറ്ററി എന്ന് പറഞ്ഞാല് പൊതുവെ അതിന് പറയുന്ന നമ്മളിവിടെ പറയുന്ന തരം ലൂസ് മോഷൻ. നമ്മുടെ മോഷൻ ലൂസായി വളരെ ലൂസായി ഒരു 2-3 ടൈംസിൽ കൂടുതൽ തവണ ലൂസായി പോവുകയാണെങ്കിൽ അത് ഡിസെൻട്രി ആണെന്ന് നമുക്ക് കണക്കൂട്ടാം. പിന്നെ മോഷന്റെ പസ് ആൻഡ് ബ്ലഡ് കാണുക, പിന്നെ യൂറിൻ ബ്ലോക്ക് ആവുക, പിന്നെ ഇതൊക്കെ ഡീഹൈഡ്രേഷൻ ആവാനും ശരീരം ഡീഹൈഡ്രേഷൻ ആവാനും ആള് തളരാനും കാരണമാവും. ഇതിനുള്ള ORS കൊടുക്കുക, റൈസ് വാട്ടർ കൊടുക്കുക, ടെൻഡർ കോക്കനട്ട് വാട്ടർ കൊടുക്കുക. ഇതൊക്കെ ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടി ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ കണ്ടീഷൻ ചില സമയത്ത് ഈ ORSലൊന്നും നമ്മള് നിൽക്കില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടവരും അതിനെ വേണ്ട ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഇത് പൊതുവെയുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ORS ആണ്. പക്ഷെ കൂടുതൽ ആവുമ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. കാരണം ശരീരം വളരെ വീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഞാൻ ചില അവസ്ഥ പറയാ. ഒരു 2 മാസം മുമ്പ് ഇതേപോലെ ലൂസ് മോഷൻ വന്നു എനിക്ക് കേട്ടോ. എന്ന് വെച്ചാല് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ എല്ലാവരും പറഞ്ഞു ഫുഡ് ഇൻഫെക്ഷൻ ചെയ്യണമെന്ന്. പക്ഷെ ഞങ്ങൾ പുറത്തുനിന്ന് ഇവിടുന്ന് ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരാഴ്ചയായിട്ട് പുറത്തുനിന്ന് പിള്ളേരും ഞാനും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് ലൂസ് മോഷൻ വന്നു. അപ്പൊ ഞങ്ങൾ എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ വന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഡോക്ടറിന്റെ അടുത്ത് പോയി. എനിക്ക് ട്രിപ്പ് ഇടുന്ന വന്നു, അതേപോലെ ഇഞ്ചക്ഷൻ എടുത്തു. കാരണം ഒട്ടും പറ്റണില്ല. ഞാൻ കണ്ണിൽ ഇട്ട് കയറണോ, തല കറങ്ങണോ, അതേപോലെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വായിലും ഒരു എന്താ പറയാ കുഴഞ്ഞു പോകുന്ന അവസ്ഥ. വേഗം ചെന്ന് ട്രിപ്പ് ഇട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്തു. കുഴപ്പമില്ല, എനിക്ക് നോർമലായി പെട്ടെന്ന്. പക്ഷെ വീട്ടില് ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ഫാമിലി ഹസ്ബൻഡിനും അതേപോലെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇതേ പ്രശ്നം വന്നു. അവരൊക്കെ മരുന്നും ORSന്റെ വെള്ളവും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മെയിൻ ആയിട്ട് ഈ അസുഖം ഞങ്ങൾക്ക് വന്നതെന്ന് വെച്ചാല് ഞാൻ വിശ്വസിക്കുന്ന അതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഈ വെള്ളമില്ല കുടിവെള്ളത്തിൽ നിന്നായിരുന്നു വന്നതെന്ന് പറഞ്ഞു. ആ ഒരു ഇടയ്ക്ക് വന്ന വെള്ളത്തിൽ നിന്നാണ് അവിടെ ഞങ്ങൾക്ക് വീടിന്റെ അവിടെ ഭൂരിഭാഗം എല്ലാവർക്കും ഈ അസുഖം വന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് നമ്മൾ അന്ന് വന്ന വെള്ളത്തിന്റെ നിന്നാണ് ഞങ്ങൾക്ക് ഈ അസുഖം വന്നത്. കാരണം ഞങ്ങൾ പുറത്തുനിന്ന് അവിടെ നിന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അതേപോലെ തന്നെ വേറെ എന്താ പറയാ ഫുഡ് അല്ലാണ്ട് വേറെ ഒന്നും തിളപ്പിച്ചേരാത്ത വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് ശരിയാണ്, തിളപ്പിച്ചേരാത്ത വെള്ളം ഞാൻ കുടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖം വന്നു. ഇത് പ്രോപ്പർ ആയിട്ട് അപ്പൊ തന്നെ രാവിലെ വന്നതാണ്. പക്ഷെ ഉച്ചയായപ്പോഴേക്ക് ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കൊച്ചിനെ പോലും എടുക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയിലേക്ക് ഒന്ന് വേഗം പോയി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് പോന്നു. മാം പിന്നെ ഒരു 1 വീക്ക് മുന്നേ ഞങ്ങളുടെ പിള്ളേര് പഠിക്കുന്ന സ്കൂളിലെ ഒരു ഫുഡ് പോയ്സൺ പ്രോബ്ലം വന്നിരുന്നു. അവിടെ നിന്ന് ഫുഡിൽ വന്നതാണ്. അത് പിള്ളേർക്ക് ഈ ഡിസെൻട്രി ലൂസ് മോഷൻ ആണ് സ്റ്റാർട്ടിങ്. വയറുവേദന, ലൂസ് മോഷൻ, കുട്ടികൾ തളർന്ന് കുഴഞ്ഞ് നമുക്ക് പിടിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിൽ കുഴഞ്ഞു വീണുപോയി കുട്ടികൾ. ഇപ്പോ 1 വീക്കായി ക്ലാസ് ഒക്കെ ഇല്ല. മഴ കാരണം ഇല്ല, അതിന്റെ പേരിലും ഇതുവരെ ക്ലാസ് റീ ഓപ്പൺ ആയിട്ടില്ല. കുട്ടികളൊന്നും ഓക്കെ ആയിട്ടില്ല. കുട്ടികളിൽ വന്നാലും ഡിസെൻട്രി നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഒട്ടും എന്താ പറയുക നമ്മളെക്കാൾ ആരോഗ്യം കുറവുള്ളവരാണ്. അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതേപോലെ നമ്മ പറയണ പോലെ ORS ഒക്കെ കുടിക്കും, നമ്മൾ കുടിക്കുമല്ലോ. പക്ഷെ പിള്ളേര് കുടിക്കണമെന്നില്ല. അവരിലെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡീഹൈഡ്രേഷൻ വരും. അപ്പൊ അവരുടെ ഹെൽത്തിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഈ ഡിസെൻട്രി ഫുഡിലൂടെയാണോ വരിക? അപ്പോ എങ്ങനെയാ ഡിസെൻട്രി വരുന്നതേ? ഫുഡ് വാട്ടർ അതിലൂടെയാണോ? ഫുഡ് വാട്ടർ അതേപോലെ ഡിസെൻട്രി ഉള്ള എന്താ പറയുക ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. അയാളിൽ നിന്ന് ഇങ്ങനെ എക്സ്ക്രീറ്റ് ഒക്കെ വഴി അവിടെ തന്നെ സെയിം ബാത്റൂം ഒക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ, അങ്ങനെയും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്.
ഞാൻ മോൾക്ക് ഫീഡ് ചെയ്യുന്ന ടൈമായിരുന്നു. അപ്പൊ ഞാൻ ഫീഡ് ചെയ്തപ്പോ മോൾക്കും അതുണ്ടായി. അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ? ഞാൻ എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ എന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. എനിക്ക് ആദ്യം വന്നു, പിന്നെ പിള്ളേർക്ക്, ഹസ്ബൻഡിന്, അമ്മയ്ക്ക്, അച്ഛന് എല്ലാവർക്കും വന്നു. ഞാൻ എനിക്ക് വന്നിട്ട് ഫുഡിനീടല്ലായിരുന്നു. ഞാനന്ന് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങള് സൗദിയിലോട്ട് പോകുന്ന ടൈമിൽ തലേ ദിവസത്തെ ടെൻഷനിൽ ഫുഡ് ഒഴിവാക്കി. അന്ന് അത്രയും തിരക്കുള്ളോണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാതിരുന്നിട്ട് ഞാൻ വെളുപ്പിനെ പോവാൻ നേരത്ത് ജസ്റ്റ് ഒരു കട്ടൻ ചായ കുടിച്ചായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് കിട്ടുന്നത്. പിന്നില്ലേ നമ്മള് ഈ ഇടയ്ക്ക് ഒരു പത്രവാർത്ത ഉണ്ടായിരുന്നു. ഒരു 550 പേർക്ക് വയറിളക്ക ഛർദിയായിട്ട് എറണാകുളത്താണ് സംഭവം. ഒറ്റ ഫ്ലാറ്റിൽ താമസിക്കുന്ന 550 പേരോളം ഒരുമിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ അവിടുത്തെ ഡോക്ടർ എന്താ പറഞ്ഞത്, ശുദ്ധമല്ലാത്ത അല്ലെങ്കിൽ അവരുടെ ടാങ്കിലെ വെള്ളമൊക്കെ പരിശോധിച്ചു, ഇതിൽ എന്തെങ്കിലും അസുഖം വന്നതാണോ എന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് കേട്ടാ ഞങ്ങളുടെ അവിടെ അങ്ങനത്തെ ന്യൂസ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ടിവിയിലൊക്കെ വന്ന വാർത്തയാണ്. ഫ്ലൈ വഴിയും വരാം. ആ ഈച്ചകൾ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നിട്ട് വന്ന് നമ്മൾ ഫുഡ് കഴിക്കണോ അതോ തുറന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്, ഈച്ചകൾ കാരണം കേട്ടോ. ന്യൂസ് കണ്ടിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഏത് അസുഖമാണ്? ജോണ്ടീസ്. ജോണ്ടീസ് എന്ന് പറയുന്നത് പറഞ്ഞോ, ആരാ പറയണ? പേര് പറഞ്ഞിട്ട് പറഞ്ഞോ കേട്ടോ, എനിക്ക് പേര് പഠിക്കാൻ വേണ്ടിട്ടാ. നുസ്രത്ത്. ഓക്കെ, പറഞ്ഞോ. ജോണ്ടീസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. അത് നമുക്ക് കണ്ണിലാന്ന് മഞ്ഞ കളർ കാണിക്കാൻ, ലിവറിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ഇത്. കുറച്ച് മുന്നേ അറിഞ്ഞ് അതിനെ ചികിത്സിച്ച് മാറ്റണം. ട്രീറ്റ്മെന്റ് അതിന് കൊടുത്താൽ തന്നെ പെട്ടെന്ന് പോവും, അല്ലെങ്കിൽ അത് കൂടിയിട്ട് മരണം വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത് വരുന്നത് ഏത് ഓർഗനിലാണ് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് പറയാം. ലിവറിലാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഇത് മലിനജലത്തിലൂടെയാണ് വരുന്നത്. പിന്നെ ഹൈജീൻ ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് പറഞ്ഞോളാ. ഇത് വന്നു കഴിഞ്ഞാല് നമുക്ക് എത്ര ആഴ്ച മുതലാണ് ഈ ലക്ഷണങ്ങൾ കാണിക്കുക? നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാല് ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ മഞ്ഞ കളറില് കണ്ണിലൊക്കെ മഞ്ഞ കളർ ആവണം. അല്ലെങ്കിൽ സാധാരണ പനി, ഛർദി, അങ്ങനെ ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം. നമ്മൾ കൂടുതൽ ഡോക്ടറിനോടൊക്കെ കാണിക്കുമ്പോൾ കണ്ണില് മഞ്ഞരാശിയൊക്കെ നോക്കും. അവരിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും. അപ്പൊ എന്താ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞപ്പിത്തം അങ്ങനെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടാകുന്നത് ചെക്ക് ചെയ്യണേ കേട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോ. എന്റെ മോൻ ജനിച്ച ടൈമില് അവന് ഇതുപോലെ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോ മലിനജലത്തിലൂടെ. എന്താണ്? ഹലോ, പറഞ്ഞോ. മാം, എന്റെ മോൻ ജനിച്ച ടൈമില് അതുപോലെ മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വരുന്നത് മഞ്ഞപ്പാണ്, യെല്ലോയിഷ് കളറ്, വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട്. പിന്നെ അത് മഞ്ഞപ്പിത്തായിട്ട് തിരിയണതാണ്. അസുഖം പെട്ടെന്ന് ലിവറിനെ എഫക്ട് ചെയ്യണത് മഞ്ഞപ്പല്ലേ മലയാളത്തില്. നമ്മുടെ കണ്ണിലൊക്കെ ഇങ്ങനെ മഞ്ഞ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് മറ്റേ കുഞ്ഞി ഐസിയുലൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലെ? അതെ, NICU-ലെല്ലാം കിടത്തിയിട്ടുണ്ട്. എന്റെ മോന്, ഞാനും അതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആളാണ്. എന്റെ മോന് ജനിച്ച് 3ന്റെ അന്ന് അവര് ഇത് ടെസ്റ്റ് ചെയ്യും, ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയപ്പോ മഞ്ഞപ്പ് കൂടുതലാണ്. 13.5 ആണ്. അത്രയും വരാൻ പാടില്ല, 11-ന് താഴെ ആവണം. എന്നിട്ട് ഞങ്ങള് കൊച്ചിനെ NICU-ലിടും. അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബെഡിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇത് NICU സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കൊച്ചിനിട്ടിരുന്നത്. ഉറങ്ങാണ്ട് നിന്ന് എപ്പോഴും ഇട്ടിട്ട് പാല് കൊടുക്ക, ഉറക്ക, അവിടെ കിടക്ക, അതായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി. കുറഞ്ഞു കിട്ടും, അത് കുഴപ്പമില്ല. അതിപ്പോ അതല്ല, നമ്മള് ഫോട്ടോതെറാപ്പിക്ക് ഇടുന്നതും ഇല്ലേ മാം? എന്താണ് ഫോട്ടോതെറാപ്പിക്ക് ഇതുപോലെ മഞ്ഞപ്പ് ഒന്നേയും വിടൂലേ? മനസ്സിലായില്ല ജിസ്മ. മഞ്ഞപ്പ് വന്നു കഴിയുമ്പോ നമ്മള് ഫോട്ടോതെറാപ്പിക്കും ഇടാറില്ലേ കൂടി കഴിഞ്ഞാലല്ലേ? എന്റെ മോളെ പറഞ്ഞോ. എന്റെ മോനെ ഇട്ടിട്ടുണ്ട് അങ്ങനെ. ഇങ്ങനെ മഞ്ഞപ്പ് കൂടിയിട്ട്
മഞ്ഞപ്പിത്തം ആ ലിമിറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ കൂടി 15-നൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞു എന്തോ ആ ഒരു സമയത്ത് സിസ്റ്റർ പറഞ്ഞു നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ വിടേണ്ട വരും എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ ഇതുകൊണ്ട് അങ്ങനൊന്നും പറ്റിയില്ല, നമുക്ക് കൊച്ചിനെ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി. എന്താ പറഞ്ഞത്? എന്റെ മോനെ വെയില് കൊള്ളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വെയില് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറിയ മഞ്ഞപ്പാണെങ്കിൽ വെയിൽ കൊള്ളിച്ചാൽ മതി. ഇപ്പൊ കൂടുതലാണ് ലഭിച്ചിട്ടുണ്ട്. എന്റെ മോനെ ഇതേ സെയിം അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നജീറ. പക്ഷെ ഈ പറയുന്ന മഞ്ഞപ്പും മഞ്ഞപ്പിത്തവും തമ്മിൽ വ്യത്യാസമില്ല, രണ്ടും രണ്ടല്ലേ? രണ്ടും രണ്ടാണ്. കുട്ടികളിൽ ജനിച്ചുടനെ വന്ന മഞ്ഞപ്പെന്ന് വെച്ചാല് അവര് അത് വേറെയാണ്. പക്ഷെ ഈ മഞ്ഞപ്പിത്തവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ആ അസുഖം എന്ന് വെച്ചാൽ കുട്ടികൾ വന്ന മഞ്ഞപ്പിത്തമായിട്ട് മാറാനായിട്ട് ചാൻസ് ഉണ്ട്. ഹലോ മാം, വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടുണ്ടാവുന്നല്ലേ? എന്താണ്? വൈറ്റമിന്റെ കുറവുകൊണ്ടുണ്ടാവുന്നല്ലേ? വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടാണ് മഞ്ഞപ്പ് വരുന്നത്. വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി. ഹലോ മാം. പറഞ്ഞോ. ഹലോ മാം, എന്റെ പേര് സബീന. പറഞ്ഞോടാ. അതെ, ഞാൻ ഒരു കാര്യം പറയാനാണ്. അപ്പൊ എന്റെ സെക്കൻഡ് ബേബി, ഞാൻ രണ്ടാമത് എനിക്ക് ക്യാരിങ് ആയപ്പോ എന്റെ ഹസ്ബൻഡിന് ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്നു. അപ്പൊ പുള്ളി അബ്രോഡ് ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ ലക്ഷണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് പനി വരും. അപ്പൊ അവിടെ ഓൾറെഡി ഹോസ്പിറ്റലിൽ ഇവർ കാണിക്കില്ലല്ലോ. അപ്പൊ ഓൾറെഡി ഡോളോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഇങ്ങോട്ട് പോരും. അങ്ങനെ നിന്ന് ലാസ്റ്റ് കാലുവേദന വന്നു. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ജസ്റ്റ് ഒന്ന് പോകുന്നതായി ഇങ്ങോട്ട് ഒരു 1 month ലീവ് എടുത്ത് പോന്നു. അപ്പൊ നമ്മൾ കാണിച്ചപ്പോഴാണ് ഇത് ഓൾറെഡി ലിവർ ഒരുവിധം കേറിയിട്ടുണ്ട്, ഇത് മഞ്ഞപ്പിത്തമായി. പിന്നെ ലക്ഷണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് പനിയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ക്യാരിങ് ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ഇത് പകരുവാന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും പകരില്ലെന്നാ പറഞ്ഞത് ഡോക്ടറിനോട്. മാം ഇപ്പൊ പറഞ്ഞല്ലോ മഞ്ഞപ്പിത്തം പകരുമെന്ന്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത് മഞ്ഞപ്പിത്തം ഓൾറെഡി മാം പറഞ്ഞ കണക്ക് വെള്ളത്തിലൂടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ ഈ ബ്ലഡ് ഇല്ലേ, ബ്ലഡും പിന്നെ അതുപോലെ തന്നെ ഹലോ മാം കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇതൊരു പകർച്ചവ്യാധിയല്ല, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇത് പകരോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ മാം പറഞ്ഞതുകൊണ്ടേ. ഞാൻ നോക്കിയപ്പോ പകരൂന്നാണ് കണ്ടത് കേട്ടാ. ഞാൻ പുള്ളീനെ ഞാനാണ് നോക്കിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അത് വേറൊരു മഞ്ഞപ്പിത്തണ്ട്, ഹെപ്പറ്റൈറ്റിസ് 2 അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഹെപ്പറ്റൈറ്റിസ് എയും ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബിയും ഉണ്ട്. ഓൾറെഡി നമ്മളത് പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഈ മദ്യപാനമൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ലാസ്റ്റ് ലിവർ സിറോസിന്റെ ആ ഒരു ഭാഗം എത്തുമ്പോഴാണ് നമ്മള് പറഞ്ഞത്. പക്ഷെ പുള്ളി വെള്ളമൊന്നും അടിക്കാത്തത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഡേഞ്ചർ ആയി പോയി, പുള്ളി ഉണ്ടാവില്ലെന്ന് വരെ ഡോക്ടർ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു അനുഭവം പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ പകരുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടതാ. ഞാൻ നോക്കിയപ്പോ ഹെപ്പറ്റൈറ്റിസ് ജോണ്ടൈസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. 3 ടൈപ്പ് ഉണ്ട്. അതില് ഒരെണ്ണം പകരൂല, ബാക്കി 2 പകരും. അങ്ങനെ കണ്ടു കേട്ടാ. മാം പറഞ്ഞോടാ. എന്റെ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ മഞ്ഞപ്പിത്തം വന്നിട്ട് മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂൾ ഡേയ്സിൽ പഠിക്കുമ്പോഴാണ് അത്. ആളെ ഇങ്ങനെ ഇതുപോലെ സിവിയർ ആയിട്ട് അഫക്ട് ചെയ്തിട്ടാണ് ആള് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ വന്നതാണ്. കുറച്ച് എന്തോ ബ്രീത്തിങ് ഇഷ്യൂസ് അങ്ങനെ ആയിട്ട് അവർ ഹോസ്പിറ്റലിലേക്ക്, അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ, വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്, നടന്നു പോയ ആളാണ്. പക്ഷെ ഡയറക്റ്റ് ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഡെത്ത് ആണ് ഉണ്ടായത്. അത്രയും സിവിയറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ ആള് ഇതുപോലെ മദ്യപിച്ചിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ട് അങ്ങനെ ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂൾ ഡേയ്സിലായിരുന്നു അത്. ഞാൻ പറയേ, മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ സാധാരണ ആദ്യ ടൈമിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക. ഈ കണ്ണിലൊക്കെ നമ്മൾ സാധാരണ കൃഷ്ണമണിയുടെ ആ കളറിൽ ചെറിയ വ്യത്യാസം വരുമ്പോൾ തന്നെ ചിലപ്പോ പനി ഉണ്ടെന്ന് വിചാരിക്കും. ചെറിയ വ്യത്യാസം വരുമ്പോൾ തന്നെ അത് മഞ്ഞപ്പിത്താന്ന് കണ്ടുപിടിക്കുക. അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാം. അത്യാവശ്യം മോശമായിട്ടുള്ള അസുഖമാണ്, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഫ്രണ്ട് നഷ്ടപ്പെട്ടത് അത് വഴിയായതുകൊണ്ട് തന്നെ എനിക്ക് ആ അസുഖം എന്ന് പറയുമ്പോ പേടിയാണ്.
ഞാൻ അവരോട് ചോദിക്കും മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ട് ഈ പറയുമല്ലോ മഞ്ഞപ്പിത്തം ആയിരുന്നു എന്ന് പറയുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പനിയൊന്നുമില്ലല്ലോ ഞാൻ എടുത്ത് ചോദിക്കും. കാരണം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വന്നല്ലോ, അതുകൊണ്ട് എനിക്ക് പേടിയാണ് അസുഖം. നിമോണിയ, അവർക്ക് നിമോണിയ ആയിട്ടൊക്കെ തിരിഞ്ഞു. അത് നമ്മുടെ കൂടെ ഉള്ള ഒരു കുട്ടിയാണല്ലോ, പെട്ടെന്ന് പോയപ്പോ അങ്ങനെ ഭയങ്കര വിഷമായി. ഞങ്ങളുടെ പ്രദേശത്ത് ഭയങ്കരമായിട്ട് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കഴിഞ്ഞ മാർച്ച് ഏപ്രിലൊക്കെ ആ മാസങ്ങളില് ഒത്തിരി പേര് മരണപ്പെടുകയും ചെയ്തു. ഇത് ഒരു ഹോട്ടലിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞത്. അവിടുത്തെ ശുദ്ധമല്ലാത്ത ജലം കുടിച്ചിട്ട് അവിടെ അടുത്തുള്ള ഒരു ടീച്ചേഴ്സിനുണ്ടായി, പിന്നെ കുട്ടികൾക്ക് ഉണ്ടായി, അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അടുത്ത് തന്നെ സ്കൂളും ഉണ്ട്. അവിടുന്ന് കുട്ടികൾ വന്ന് വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചു. അങ്ങനെ അവിടെ മുഴുവൻ വ്യാപിച്ചായിരുന്നു. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. പോത്തുകല്ല്, നിലമ്പൂർ, മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ല് ഒത്തിരി സ്പ്രെഡ് ആയിരുന്നു അത്. വേറെ ആളപായൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെ? ഒത്തിരി പേര് മരണപ്പെട്ടു. ആ ഒരു പ്രദേശത്തുള്ള ഒത്തിരി പേര് മരണപ്പെടുകയും ചെയ്തു. ആ ഈ അസുഖം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മള് ക്ലാസ്സിലെ കുട്ടികളോട് പറയാം, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോ ഒന്നില്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം എന്ത് ചെയ്യാ, ക്യാരി ചെയ്യാം, ബോട്ടിൽ കൊണ്ടുവരാം. അതേപോലെ അവരോട് പറയാം, ഒരു കാരണവശാലും തിളപ്പിച്ചാറ്റാത്ത വെള്ളം കുടിക്കരുത്, നിങ്ങൾ ബോട്ടിലിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കൊണ്ടുവരാം, അത് കുടിക്കാം. നമ്മുടെ മക്കളോടായാലും അങ്ങനെ തന്നെ പറയാം, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാം. ഈ ചൂടുള്ള വെള്ളം ഒരിക്കലും തിളപ്പിച്ചാറ്റിയ വെള്ളം ആവണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു തിളപ്പിച്ചിട്ട് 3 മിനിറ്റിന് ശേഷം, തള വന്ന് 3 മിനിറ്റിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഗ്യാസ് ആണോ സ്റ്റവ് ആണോ ഓഫ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ആ വെള്ളം തിളപ്പിച്ചാക്കിയെന്നും നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അത്രയും നേരം നമ്മൾ എന്ത് ചെയ്യാൻ തിളപ്പിച്ചാല് മാത്രമേ അണുക്കളെല്ലാം എന്ത് ചെയ്യുള്ളൂ, ഡെഡ് ആവുള്ളൂ. ഓക്കെ, അങ്ങനത്തെ വെള്ളം മാത്രമേ നമുക്ക് കുട്ടികളോട് കൊടുക്കാം. ഗ്യാസിന്റെ ഒക്കെ പ്രശ്നം ചിലപ്പോൾ തള വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യും. വേണ്ട, തിളച്ചോട്ട് ഹലോ മാം, മഞ്ഞപ്പിത്തന് ബാർലി വാട്ടർ കൊടുക്കുമല്ലോ? മഞ്ഞപ്പിത്തം എന്താണ് ബാർലി വെള്ളം? അത് വെള്ളം കൊടുക്കാം, കഞ്ഞിവെള്ളം, ബാർലി വെള്ളം, പിന്നെ കരിക്കും വെള്ളം, എന്ത് വേണമെങ്കിലും വെള്ളമായിട്ട് കൊടുക്കും. മാം, എന്റെ വീടിന്റെ അടുത്തല്ലേ സ്കൂള് അടച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തായിട്ട്. കുട്ടികൾക്ക് മുഴുവൻ മഞ്ഞപ്പിത്ത ഇങ്ങോട്ട് അടച്ചിരിക്കുകയാണ് സ്കൂളിലെ കിണറിലെ വെള്ളമാണ് കാരണം എന്നാ പറഞ്ഞേ. അത് ചിലപ്പോ ഇത് ചെയ്യാത്ത, പ്യൂരിഫൈ ചെയ്യാത്ത വെള്ളത്തിൽ നിന്നും ഈ അസുഖം വരുന്നുണ്ട്. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടായിപ്പോ അമ്മമാർക്ക് പകർന്നിരിക്കാണ്ടൊക്കെ. അടുത്ത വീട്ടിലൊക്കെ അമ്മമാർക്ക് ഉണ്ട് മഞ്ഞപ്പിത്തം. ആദ്യം കുട്ടികൾക്ക് ഉണ്ടായത് പകരുകയും ചെയ്യും. ഈ മഞ്ഞപ്പിത്തം ചില കേസുകളിൽ പകരുന്നുണ്ട്. ഞാൻ റെഫർ ചെയ്യാം കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം എടുത്തത് പോഷനാണ്. എന്റെ ഒരു ഫ്രണ്ടിന് വന്നിട്ടുണ്ടായിരുന്നു മാം. അത് ലങ്സിൽ ബാധിച്ച് ബ്ലഡിലെല്ലാം കലർന്ന് അവസാനം മജ്ജ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് ഇപ്പം വന്നത്. ഏതാണ്ട് 2 വർഷത്തോളം എടുത്ത് അവര് ഒന്ന് ശരിയായിട്ട് വരാനായിട്ട്. അമൃതയിലായിരുന്നു എന്റെ ട്രീറ്റ്മെന്റ്. ഇപ്പോഴാണ് അത് ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലോട്ട് വന്നത്. മജ്ജ മാറ്റി വെച്ചാണ് അത് ഓക്കെ ആയത്. എന്റെ ചേട്ടൻ ഇടക്കിടക്ക് വരും മഞ്ഞപ്പിത്തം. അപ്പൊ ഈ ബാർലി വാട്ടർ ഇങ്ങനെ കൂടുതൽ കുടിക്കാറ്, അപ്പൊ മാറാറുണ്ട്. അത് സാധാരണ മഞ്ഞപ്പിത്തം ആയിരിക്കില്ല, ആ ഹെപ്പറ്റൈറ്റിസ് ബിയോ അത് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, അതായിരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഉപ്പിന് പകരം ഇന്ദുപ്പൊക്കെ യൂസ് ചെയ്യാൻ. ഉപ്പ് വല്ലാണ്ട് യൂസ് ചെയ്യാൻ പാടില്ല മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത്. ഇന്ദുപ്പൊക്കെ കാരണം നല്ലത്. ഹലോ മാം. പറഞ്ഞോടാ. ഹലോ മാം, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് 2-3 മാസം മുന്നേ മഞ്ഞപ്പിത്തം വന്നിരുന്നു. ഹലോ മാം. ഹലോ മാം. കേക്കുണ്ട്, ആണോ? നുസ്രത്ത്. ഒരു പ്രാവശ്യം മഞ്ഞപ്പിത്തം വന്നവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടോ? ഒരു പ്രാവശ്യം മഞ്ഞപ്പിത്തം വന്ന വ്യക്തിക്ക് പിന്നീട് അത് വരാൻ സാധ്യതയുണ്ടാകും. ഇപ്പൊ നമുക്ക് അസുഖം മാറി അല്ലെങ്കിൽ അത് കുറഞ്ഞെന്ന് പറഞ്ഞ് നമ്മ സാധാരണ രീതിയിൽ ലൈഫ് സ്റ്റൈലിലേക്ക് പോവാണെങ്കിൽ അത് വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ മാം, എന്റെ ഹസ്ബൻഡിന്റെ വീട്ടില് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ലാസ്റ്റ് ഇപ്പൊ ഒരാൾക്ക് വന്നിട്ട് 1.5 മാസമായിട്ടാണുള്ളൂ. അപ്പൊ നമുക്ക് ആ വീട്ടിൽ പോവാനും താമസിക്കാനും ഒക്കെ പറ്റുമോ? കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. കാരണം ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാല് എത്ര മാസം കൊണ്ടാ ഇത് പൂർണ്ണമായും ഭേദാവുക? അല്ല കുറച്ച് കുറഞ്ഞാല് ഇതനുസരിച്ചിരിക്കുവോടാ ഓരോരുത്തരുടെ എന്താ പറയാ ഇമ്മ്യൂണിറ്റിയും, അതേപോലെ ഓരോ അസുഖത്തിന്റെ രീതിയിൽ അത് മാറിക്കൊണ്ടിരിക്കും. എക്സാമിന് PDF തന്നത് മാത്രമല്ലേ ഉള്ളൂ ക്വസ്റ്റ്യൻ വരിക. എക്സ്ട്രാ മിസ് പറഞ്ഞ ഈ വാക്സിനെ കുറിച്ചിട്ട് ഒന്നും വരില്ലല്ലോ?
ഒന്നും വരില്ല. അതൊക്കെ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാ. നമ്മ ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിവ് വേണമല്ലോ ഇതിനെ കുറിച്ച്. ഈ 4 ലൈനിൽ നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പെട്ടെന്ന് ഈ ചാപ്റ്റർ പെട്ടെന്ന് എനിക്ക് തീർക്കാം, ഇപ്പോഴത്തെ ക്ലാസ് കൊണ്ട് തീർക്കാം. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടട്ടെ എന്ന് വിചാരിച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതലായിട്ട് റെഫർ ചെയ്ത് എടുത്ത് ക്ലാസ് എടുത്ത് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ 1 ഇയർ കോഴ്സ് ആണ്. ആദ്യം കുറച്ച് തിയറി പോർഷൻ കുറച്ചുള്ളൂ, വേണമെങ്കിൽ 1 മാസം കൊണ്ട് ഞാൻ തിയറി പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവണം ആ സുഖത്തിനെ കുറിച്ച്. ഇനി ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റണം. ആ ഒരു ലെവലിലേക്ക് എത്തണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ നിന്ന് മാത്രമേ വരുള്ളൂ കേട്ടോ. ഈ എക്സാം ഈ തന്നിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞു തരണേ. എന്താണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞു തരണം. മോഡൽ ക്വസ്റ്റ്യൻ ഇട്ടേക്കണേ. ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പോരെ? ഒന്നല്ല, ഞാൻ പറയാം കേട്ടോ. Dash type of dash is spread by spread from one person to another. മനസ്സിലായ? ഒന്നും കൂടെ പറയാം. Dash filling the blanks പോലെയാണ്. Dash types of disease spread from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യണ അസുഖങ്ങളെ പറയുന്ന പേരാണ് എന്താണ്? ചിത്രവർണ്ണ ചോദിച്ചോളൂ. ഓക്കെ, ഓപ്ഷൻ ഉണ്ടാവില്ല മാം? ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞോണ്ട് ഓപ്ഷൻ പറഞ്ഞില്ല. നോട്ട്ബുക്കിലാണോ ചെയ്യേണ്ടത് അതോ PDF ആയിട്ട് ഇടണോ? അല്ല, അത് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ എക്സാം എഴുതണ വരെ ഉണ്ടാവുള്ള ഡൗട്ട്. അത് കഴിയുമ്പോൾ മാറിക്കോളും. എനിക്ക് തോന്നുന്നത് ലിങ്ക് ആണെന്ന് തോന്നുന്നു, അതനുസരിച്ച് മാർക്ക് വീണോളൂ. അതല്ല, ആക്ടിവിറ്റീസ് എഴുതുന്നത് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി തരുന്നത് നോട്ട്ബുക്കിലാണോ ചെയ്യേണ്ടത് അതോ നമ്മൾ PDF ആയിട്ട് ഇട്ട് തരണോ? അത് ആക്ടിവിറ്റീസ് അല്ല, അവർ എക്സാം പോലെ ഇട്ട് തരും. നമ്മത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി തോന്നുന്നു. ഓക്കെ, എക്സാമിന് മുമ്പായിട്ട് അവർ എന്തായാലും വീഡിയോ ക്ലാസ് കാണിച്ച് ഇടയൊക്കെ ചെയ്യും തോന്നണം. ഓക്കെ, മാം എത്ര സബ്ജക്ട് ഉണ്ട്? എന്താണ്? എത്ര സബ്ജക്ട് ഉണ്ട്? നമുക്ക് മോണ്ടിസോറിയുടെ ടോപ്പിക്കും പിന്നെ ഇംഗ്ലീഷിന്റെ പോർഷനും ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. മോണ്ടിസോറിയുടെ താഴെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടീനെ എങ്ങനെയാണ് നമ്മൾ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചെടുക്കുന്നത്, അതേപോലെ ആ കുട്ടീനോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ്, അതൊക്കെ വരുന്നുണ്ട് ഇതില്. സബ്ജക്ട് വൈസ് ഇല്ല മറ്റൊരു പേഴ്സണിലേക്ക് പകരുന്ന അസുഖം പറഞ്ഞില്ലേ, അത് മറ്റേ ഇത് വൂപ്പിംഗ് കഫ് അതൊക്കെ ഇല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ എങ്ങനെ എഴുതും? ഒരുവിധ അസുഖങ്ങളൊക്കെ അങ്ങനെ പകരുന്നതല്ലേ? മനസ്സിലായില്ല. ഇതിപ്പോ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് പകരുന്ന അസുഖങ്ങൾ വേറെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഞാൻ ചോദിച്ചത് ആ അസുഖത്തിന്റെ പേര് എന്താന്നാ ചോദിച്ചത്. ഡാഷ് ഡിസീസ് സ്പ്രെഡ് ഫ്രം ഡാഷ് ഡിസീസ് ഇന്ന അസുഖം. അപ്പൊ ആ ഓപ്ഷൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മാം? എന്താണ്? ഞാൻ ഏകദേശം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ എങ്ങനെ ഇടണമെന്ന് അറിഞ്ഞൂടാ. ആൻസർ എന്തായിരുന്നു? മനസ്സിലായില്ല. ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? കണ്ടാജിനിയസ്. ഇൻഫെക്ഷണലും ഉണ്ടല്ലോ, ഇൻഫെക്ഷണൽ ഡിസീസും ഉണ്ട്. അത് രണ്ടും ഉണ്ടാവും ഓപ്ഷനില്. അപ്പൊ നമ്മൾ ഏതാണോ അത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഹലോ മാം, ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് വേറെ എക്സാം ഉണ്ടാവും അതോ ഒരു എക്സാം മാത്രമേ കാണത്തുള്ളൂ? കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. അതിന് മുമ്പ് ഞാൻ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഒരു ആക്ടിവിറ്റി ഇന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആക്ടിവിറ്റി ഉണ്ടാവും. അത് ഇന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി എഴുതാനായിട്ട് തന്നിട്ടല്ലോ. അത് ഇന്ന് സംഗീത മാം തന്നെ. ശരണ്യ മിസ് ആണോ? ശരണ്യ മിസ്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അതെ. താങ്ക് യു. താങ്ക് യു മാം. 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 എന്താ ആക്ടിവിറ്റി എന്ന് പറയുമായിരുന്നല്ലോ.
ഇന്ന് ആക്ടിവിറ്റി ഒന്നും തന്നില്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത് ഏതാണെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ തന്നത്, അത് ക്ലാസ് റൂമിൽ ടീച്ചർ ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ മൂവ്മെന്റ് ഏതൊക്കെയാണ്? Write some activities for kids that promote physical fitness. Any 5. ഓക്കെ.